ഗായ്സ്, വെൽക്കം ബാക്ക് ടു കടലും നിലാവും. നമ്മൾ കുറേ കാലത്തിന് ശേഷം പറമ്പിൽ വന്നിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഒരിക്കലും നമ്മൾ വന്ന് കപ്പ നട്ടുപോയത്? അപ്പോൾ കപ്പ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് കപ്പയുടെ വഴിക്ക് നമ്മളുടെ വഴിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ കപ്പ ഉണ്ടായിട്ടില്ല. കുറച്ചെണ്ണം ഉണ്ടായിരിക്കുന്നത്, ചെറിയ വേര് പോലെ വന്നിട്ടേ ഉള്ളൂ. അപ്പം ഒരു മിനിറ്റ് കാണിച്ചിട്ടാ. എറിഞ്ഞോ നെല്ലറിയണ ഈ പേടിയാവൂ. അങ്ങോട്ടാണ് നിറയെ തേങ്ങ കൊണ്ടുള്ളതൊക്കെ എങ്ങനെ കൊണ്ടുപോവാ ഗൈസ്? നമ്മള് വിളവെടുപ്പ് നടത്തുവാണ്. അടിയിലുണ്ടാവും, നോക്കി അതിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഒന്നുണ്ട്. നമ്മള് വളമൊന്നും ഇടാത്തോണ്ടോ. അതിലുണ്ടാവുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. രണ്ടെണ്ണം ഉണ്ടല്ലോ. ഇല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ, ഉണ്ടല്ലോ. വളം ഇടണ്ടിരുന്നു സാറേ, വളം. എടാ ഇല്ലേ, ഉള്ളിലോട്ടുണ്ടോ നോക്കൊന്ന്. എന്താ നമ്മളെ കപ്പ നമ്മളോട് ഇങ്ങനെ ചെയ്തത്? നമ്മളുടെ പൈനാപ്പിൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ എപ്പോഴും സ്നേഹം കൊടുക്കുക. സ്നേഹം കൊടുത്തില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. യെസ്, അതേട്ടാണോ? തേങ്ങ ഉണ്ട് ഗൈസ്, കുറെ വലിക്കാനും തേങ്ങ കുറെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ചക്കയും ഉണ്ട്, പക്ഷെ ചക്കയൊക്കെ മുകളിലല്ലേ. ചക്ക നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ, ഫസ്റ്റിങ് വരണം. സാരല്ല, ഇനിയുണ്ടല്ലോ അവിടേക്കോ. അതാ വിളവെടുപ്പ് ഇതാണ് ഗൈസ്. വിളവെടുത്ത ആള് വിളവെടുത്ത് കിട്ടിയത് ഗൈസ്. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കുറച്ചേരം ഇരുന്ന മഴ പെയ്യുന്നതാണ്. നല്ല മഴക്കോൾ ഉണ്ട് ഗൈസ്, കാണിച്ചിട്ടാവേ. നിങ്ങൾ ഞങ്ങളുടെ മഞ്ചാടി കണ്ടിട്ടുണ്ടോ? അവിടെ ഒരു മഞ്ചാടി മരമുണ്ട്, താഴെ വീണെടുക്കുന്നുണ്ട് കുറേ മഞ്ചാടികൾ. ഈ മഞ്ചാടി മരം ഇവിടെ കണ്ട സമയത്ത് എനിക്ക് എന്താ ഫീൽ ചെയ്തതെന്ന് അറിയുക? ഞാൻ പണ്ട് കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചായിരുന്നു ഞാൻ സ്വന്തമായിട്ട് വീട് വെക്കുമ്പം അവിടെ ഒരു മഞ്ചാടി മരം ഉണ്ടാവണേന്ന്. അപ്പോൾ ഈ പറമ്പെടുത്ത്, അപ്പോൾ നമുക്ക് മഞ്ചാടി മരം ഒന്നും കണ്ടില്ല കേട്ടോ. മഞ്ചാടി ഉണ്ടാകുന്ന സമയമൊന്നും ആയിരുന്നില്ല അത്. പിന്നെ ഒരിക്കലും ഞാൻ വന്ന് നോക്കുമ്പോൾ മഞ്ചാടി ഇങ്ങനെ നിലത്ത് വീണെടുക്കുന്നു. എനിക്കങ്ങ് അത്ഭുതം വന്നുപോയി. അത് നമുക്ക് വീട് വെക്കുമ്പം പോവില്ല, ആ സൈഡിലാണ് അതിരിക്കുന്നത്. അപ്പം നമ്മളുടെ വീട്ടിൽ മഞ്ചാടി മരം ഉണ്ടാവും ഗൈസ്. ആ മഞ്ചാടി മരം മുറിച്ചാൽ ഫിറൂണെ ഞാൻ ശരിയാക്കും ഇൻഷാ അല്ലാ. ഫിറു കപ്പ നടുവാണോ? ഫിറുവേ, മഴയത്താണോ കപ്പ നടണ്ടേ? മുളച്ചാലൊന്നും പറഞ്ഞിട്ട് ഇപ്പം അവൻ ആ തണ്ടെടുത്ത് നടുവാണ് ഗൈസ്. ഹായ്, ഹലോ. മഞ്ചാടി മരം, ഞാൻ നേരത്തെ പറഞ്ഞ മഞ്ചാടി മരം ഇതാണ് ഗൈസ്. ഇത് കണ്ടോ, ആ സൈഡിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വീട് വെച്ചാൽ അത് പോവില്ല. പോവാതിരിക്കട്ടെ, വീട് വെക്കാൻ ഞങ്ങൾക്ക് പറ്റണേ. മഞ്ചാടി വീണെടുക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? മഞ്ചാടി എന്നൊക്കെ പറയുന്നത് നമ്മളുടെ നൊസ്റ്റാൾജിയത്തിൻ്റെ ഒരു ഇതാണല്ലേ. നമ്മൾ ഇത് കണ്ടോ, നിറയെ മഞ്ചാടി വീണെടുക്കുന്നു. നമുക്ക് കാണാവോ? ഇതാ ഗൈസ്,
ഞാൻ കുറേ വീട്ടിൽ പെറുക്കി കൊണ്ട് വെച്ചിട്ടുണ്ട്. സാധനത്തിലല്ലേ മഞ്ചാടി ഉണ്ടാവുക, കണ്ടോ അതൊക്കെ വീണ് കിടക്കുന്നേ. ഇതിപ്പോൾ പെറുക്കണമെങ്കിൽ നമുക്ക് ഇരുന്ന് പെറുക്കാം. ഞാൻ കുറേ കൊണ്ട് വെച്ചിട്ടുണ്ട് ഓൾറെഡി. നിങ്ങളോട് മഞ്ചാടി കഥ പറഞ്ഞ് എനിക്ക് പെറുക്കാനൊരു പൂതി കേസ്. നമുക്ക് പെറുക്കിയാലോ കുറച്ച്. നിറയുണ്ട്. എനിക്ക് തോന്നുന്നതേ മഞ്ചാടി ഇങ്ങനെ വീഴുന്ന സമയമാണോ ഇത്? അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞാണെന്ന് വന്നപ്പോൾ ഇത്രത്തോളം ഞാൻ കണ്ടില്ല. ഇതിപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു 100-200 എണ്ണം ഇവിടെ തന്നെ വീണ് കിടക്കുന്നുണ്ട്. പക്ഷേ 200 ആയിരിക്കില്ല, ഇഷ്ടം പോലെ ഉണ്ടാവും. പറക്കാൻ കൂട്ടില്ല, പറക്കിണ്ടായിരുന്നു നമുക്ക് ഒരുമിച്ച് പറക്കായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇതിങ്ങനെ വീണിട്ട് എന്നെ വെയിറ്റ് ചെയ്ത പോലെ ഉണ്ട്. നിറച്ചുണ്ട് ഇതുപോലെ. കുറേ ഉണ്ട് നിലത്ത് പറക്കണമെങ്കിൽ. ഞാൻ വീട്ടിൽ കൊണ്ട് സൂക്ഷിക്കും. This is a memory of a not so beautiful childhood. അത്ര ഭംഗിയുള്ള ചൈൽഡ്ഹുഡ് ഒന്നും ആയിരുന്നില്ല. ബട്ട് ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ മെമ്മറി. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുന്നത്. നീ പറിച്ചെടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് അവിടെ മഞ്ചാടി ഉണ്ടോ ലക്ഷദ്വീപില്? മഞ്ചാടി ഇല്ലല്ലോ. എല്ലാം ഉണ്ട്. മഞ്ചാടി ഉണ്ടോ? ഞാൻ കണ്ടില്ല കേട്ടോ. ഓക്കേ ഗൈസ്, നമ്മൾ മഞ്ചാടി പെറുക്കാൻ നിന്നാൽ നമ്മൾ പെറുക്കിക്കൊണ്ടേയിരിക്കും. പക്ഷെ എനിക്ക് നടുവേദനിക്കും. എടാ പോയി കൺവീസിങ് ഗൈസ്. ഇത്രയും മഞ്ചാടി നമ്മൾ പെറുക്കി. ഓരോരോ ഇത്. ഇതോടെ നമുക്ക് മാല ഉണ്ടാക്കണം ഗൈസ് ഒരിക്കൽ. ഓക്കെ, ശരിക്കും കപ്പ അട്ട തന്നെയാണത്. ഇത് അവിടെ ആ ഒരു തിണ്ടുണ്ടായിരുന്നു, അവിടെ എല്ലാം അവൻ കപ്പ കുത്തി ഗൈസ്. ഹലോ, സഹായിക്കണോ? അവൻ അവിടം വരെ കൊണ്ടുവന്ന് ബാക്കി എൻ്റെ ഏൽപ്പിച്ചിട്ട്. എന്താ വീൽ ചെയർ? എന്താ ഗുഡ്സാണ്? ചക്കൊക്കെ കൊണ്ടുവന്ന വീൽ ചെയർ അല്ലേ? 10 തേങ്ങയല്ലേ ഉള്ളൂ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ മഴ നമ്മൾ കുട ചൂടിനുള്ള വീഡിയോ ഉണ്ടായിരുന്നില്ലേ വീൽ ചെയറില്, അത് കണ്ട് കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായി ഇത് നനയ്ക്കാൻ പറ്റുമെന്ന്. ഇത് നനയ്ക്കാൻ പറ്റൂല, ഇത് നനയ്ക്കരുത്. ഞാൻ വലിയ അംബ്രല്ലയാണ്, വലിയ കുടയാണ് ഞാൻ ചൂടുന്നത്, മനസ്സിലായോ? മനസ്സിലാക്കി. ഈ ജോയ്സ്റ്റിക്കിന്റെ പോർഷന് ഒട്ടും നനയാൻ പാടില്ലാത്തതാ. അത് ആ ഒരു കുട കവർ ചെയ്യും. പിന്നെ ബാക്കിൽ ഈ ഇത് മാത്രം ബാറ്ററി കുറച്ച് നനയുന്നുണ്ട്. പക്ഷെ എനിക്ക് വേറെ വഴിയില്ല. ഈ ബാറ്ററി വലിയ കുഴപ്പമൊന്നുമില്ല. മഴ തുവരാൻ കാത്തുന്നാൽ ക്ലിനിക്ക് ഉറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനങ്ങനെ വന്നിട്ട് ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ ഉറങ്ങിയെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പറ്റുണ്ടായിരുന്നില്ല. വെറുതെ എനിക്ക് ഉറക്കം വന്ന് ഞാൻ ഉറങ്ങി. അപ്പത്തന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറക്കത്തിൽ നല്ലൊരു സ്മെല്ല്. എന്താ നോക്കിയപ്പോഴാണ് സോറി ഫിറു ഉണ്ടാക്കിയ മാസ് ഇട്ട് ബന്ധത് അല്ലേ? കാണാൻ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇട്ട് ബന്ധം ടേസ്റ്റ് ഉണ്ടോ? പൊതുവെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്ന് പപ്പടം മിസ്സിങ് ആണ്. ഉണ്ടാക്കിയാൽ കാണിച്ചത്. സാറ് കുളിച്ച് കുക്ക് ചെയ്തതിന് ശേഷമല്ലേ കുളിച്ചത്? എനിക്ക് ഒരുപാട് വേണ്ട. ഓക്കെ, താങ്ക് യു.
കട്ടൻ ചായ ഉണ്ടാക്കി. കട്ടൻ ചായ ഞാൻ ഉണ്ടാക്കിയ. കുടിക്കുമ്പോ പറഞ്ഞതാ, അല്ലെങ്കിൽ അതുണ്ടാക്കില്ലേ. എനിക്ക് മടിയായ പിന്നെ മടിയാ ഗൈസ്, പിന്നെ ഒന്നും ചെയ്യില്ല. ഇപ്പൊ ഞാൻ എക്സാം മൂഡിലാണ്. നീ ആദ്യം കഴിക്ക. നീ ഉണ്ടാക്കി നീ തന്നെ കഴിക്ക. കൊള്ളാവോ? ഓക്കെ, ഞാൻ കഴിച്ചോക്കട്ടെ. കൊള്ളാം, നല്ല എരിവുണ്ട്. കൊള്ളാം കൊള്ളാം കൊള്ളാം, എനിക്കിഷ്ടമായില്ല. ഓക്കെ, ഗൈസ്, അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് വെറുതെ അവിടെ എത്തിയപ്പോൾ ഫിർ പറഞ്ഞ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞ എടുത്താണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പം ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉടനെ 100K അടിക്കാനുള്ളതാ, മറക്കരുത്. അപ്പം നമുക്ക് വേഗം വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ഫ്രം കടലും നിലാവും. ബൈ.